Hello everyone, welcome back to my channel. വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഓണം സീരീസ് കഴിഞ്ഞിട്ട് പിന്നെ ആൾ പോയോ, ഇനി അടുത്ത ക്രിസ്മസിന് വരുവുള്ളൂ എന്നൊക്കെ ചോദിച്ച് കുറച്ചൊരു മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ വീഡിയോസ് ഒന്നും നിർത്തി ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ വീഡിയോസ് എന്താ ചെയ്യാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ, ഞാൻ ആദ്യമേ ഓണത്തിന് കുറച്ച് ദിവസം ഞാൻ അടുപ്പിച്ചിട്ടല്ലോ വീഡിയോസ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഇടാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഓർത്തു നല്ലൊരു കണ്ടന്റൊക്കെ ആയിട്ട് വരാം, അടിപൊളി സംഭവമൊക്കെ ചെയ്യാം എന്ന് വെച്ച് ഞാനൊരു സംഭവം പ്ലാൻ ചെയ്തു. അത് ഫ്ലോപ്പായി. കണ്ടെയ്ൻമെന്റ് സോണായി, പിന്നെ മഴ കണ്ടെയ്ൻമെന്റ് സോൺ മഴ അങ്ങനെ ആയിരുന്നു. അപ്പം അത് നടന്നില്ല. അങ്ങനെ നീണ്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്, 2 ആഴ്ച. അപ്പം അതുകൊണ്ടാണ് നീണ്ടു പോയത്. പിന്നെന്താ പറയാ, അപ്പം ഞാൻ വീഡിയോസ് ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ നീണ്ടു പോയി കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളൊക്കെ എന്നെ മറന്നു പോകുക. അപ്പം പിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാന്ന് ഓർത്ത് വന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിപ്പി വീഡിയോ ആട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്, ശ്രുതിയാണ്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ ഒരേപോലെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ചവർക്കൊക്കെ 1-2 പേർക്കൊക്കെ മാറിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഫോളോ ചെയ്യണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഇടാം, എന്നിട്ട് പറയാം കേട്ടോ നിങ്ങൾ എന്താണ് ഞങ്ങൾ 2 ഒരേപോലെ ഉണ്ടോയെന്നൊന്ന് പറയണേ. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര പരാതിയാണ്, എന്താണ് ഞാൻ സജസ്റ്റ് ചെയ്യണ വീഡിയോസൊക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇടാത്ത, ശ്രുതി സജസ്റ്റ് ചെയ്ത വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഞാൻ ഓണം സീരീസ് ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇടാമെന്ന് പറഞ്ഞു വെച്ചായിരുന്നു. അപ്പം അത് തന്നെയാണ് ചെയ്യണത്. ഒരു ജാപ്പനീസ് പാൻ കേക്കാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ ഇതിനാവശ്യമായിട്ടുള്ള 2 കോഴിമുട്ട എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്ത ശേഷം യോക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പാല്, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യമേ മാറ്റി വെച്ച എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ബീറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറേ ആഡ് ചെയ്യണുള്ളൂ. ഒന്നുകൂടി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ മിക്സ്ചറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ഒന്ന് ആയി ചെറിയ ബബിൾസൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. ബാക്കിയും കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഹണി ബട്ടറൊക്കെ ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റൊക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണം കേട്ടോ.